എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ട്രാൻസ്ഫറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ പലരും കാണിക്കുന്ന ഒരു അമിത ആവേശം അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാലും നമ്മിൽ പലരും ഒരു സാധാരണ ജീവിതം നയിച്ച് ഒരു പ്രോപ്പർ ട്രാക്കിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ, ആരെങ്കിലും മനുഷ്യനാകുമ്പോൾ നമുക്ക് പല സ്വപ്നങ്ങളും കാണും. ഈ സ്വപ്നം കൊണ്ട് നടക്കുന്ന പലരും ഉണ്ടാകും. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസലുമായി നിങ്ങളെ ആരെങ്കിലും സമീപിച്ചെന്നിരിക്കാം, അറിയുന്നവരോ അറിയാത്തവരോ. എന്നാൽ നിങ്ങൾ കരുതും ഇത് ഈശ്വരൻ തന്നൊരു ചാൻസാണ്, നമ്മൾ ആഗ്രഹിച്ചതാണ്, ഇതുകൊണ്ടാണ് ഇങ്ങനെ ദൈവം നമ്മിലേക്ക് ഒരു ദൂതനെ പോലെ മറ്റൊരാളെ അറിയിച്ചെന്ന്. ഇത് നമ്മൾ പലതും ചിന്തിക്കും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അത് വളരെ അപകടം പിടിച്ച ഒന്നായിരിക്കും. നമ്മളോട് ആര് എന്ത് കാര്യമായി നമ്മെ സമീപിച്ചാലും അതിനെപ്പറ്റി ശരിക്ക് മനസ്സിലാക്കി അതിൻ്റെ തെറ്റും ശരിയും അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ. ഉദാഹരണത്തിന്, ഒരു കൂട്ടർ വരും, നിങ്ങളുടെ ഒരു ഫ്രണ്ട് വരും, ഒന്നിച്ചൊരു ജോയിൻറ്റ് വെഞ്ചറായിട്ടൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഇങ്ങനെ എന്തെങ്കിലും പ്രപ്പോസലായി വരും. പക്ഷേ എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങൾ അതിന് ഇമ്മീഡിയറ്റായിട്ട് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കരുത്, ഒരു പച്ചക്കൊടി കാണിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഗാഢമായി ഒന്ന് പഠിക്കണം, അതിനെപ്പറ്റി മനസ്സിലാക്കണം, നിങ്ങൾ അറിയുന്നവരുമായി ഡിസ്കഷൻ ചെയ്യണം. പ്രധാനമായും നിങ്ങളുടെ വീട്ടുകാരുമായി, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾ നന്നാകുന്നവരുമായിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്താൽ അവരിൽ നിന്നും അവരുടേതായ അറിവും നിങ്ങളിലൂടെ പങ്കുവയ്ക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. ഇതിനൊക്കെ പ്രധാനം, അതിൻ്റെ ലക്ഷ്യം, ഒരു പക്ഷേ നിങ്ങൾ ഏർപ്പെടുന്ന ഒരു പ്രോജക്റ്റ്, നിങ്ങൾ തുടങ്ങുന്ന ഒരു കാര്യം, അതിൽ എന്തെങ്കിലും ഒരു അപാകത പെട്ടുപോയാൽ ആ നഷ്ടത്തെ നിങ്ങൾക്ക് തനിച്ച് നികത്താൻ സാധിക്കാത്തൊരു അവസ്ഥ വന്നാൽ 100% നിങ്ങൾക്ക് ഒരു സഹായം കിട്ടേണ്ട ഭാഗത്തുനിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ആദ്യമേ അറിയിക്കുക. അപ്പോൾ അവരുടേതായ അഭിപ്രായങ്ങൾ തരും. മിക്കവാറും എല്ലാവരും നോ എന്ന് പറയില്ല, യെസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും കാണും. നിങ്ങൾ നന്നാകണമെന്ന് ചിന്തിക്കുന്നവരും കാണും, എന്നാൽ നിങ്ങൾ നന്നാകണമെന്ന് ചിന്തിക്കുന്നവരും കാണും. എല്ലാ കൂട്ടരും കാണും. പക്ഷേ എങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇനിയിപ്പോൾ രാജ്യത്തായിരുന്നാലും നമ്മുടെ സ്റ്റേറ്റ് എന്തായിരുന്നാലും, ഈവൺ എന്ത് പ്രപ്പോസലായിരുന്നാലും, നമുക്ക് ഉദാഹരണം ഒരു വിവാഹം എടുക്കുക. വിവാഹത്തെക്കുറിച്ച് നമ്മൾ മോനോ മോൾക്കോ ഒരു വിവാഹം ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ എത്രയോ അന്വേഷണങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബ്രോക്കർ വന്നാലും ഫാമിലിയെക്കുറിച്ച് പരസ്പരം അറിയും, അവരുടെ വെയർബോട്ട്സ് അറിയും. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അതിൽ അപാകത ഉണ്ടാകാൻ പാടില്ല, സുരക്ഷിതമായിരിക്കണം. അതുകൊണ്ട് മാത്രം നമ്മൾ അത്രയും ചെക്കപ്പ് ചെയ്ത് വളരെ ദീർഘവീക്ഷണം, വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത്, ഇതുപോലെ നമ്മൾ ഏത് കാര്യം എടുത്താലും എത്ര കണ്ട് നമ്മൾ അതിനൊരു ബ്രീത്തിങ് ടൈം കൊടുക്കുന്നു, അത്ര കണ്ട് നമുക്ക് ആ പ്രോജക്റ്റിനെ പറ്റി, ആ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഒരിക്കലും എടുത്ത് ചാടരുത്. ആര് എന്ത് ആലോചിക്കാതെ എടുത്ത് ചാടിയാൽ, നിങ്ങളത് രാഷ്ട്രീയത്തിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും എന്തിലായിരുന്നാലും എടുത്ത് ചാട്ടമാണ് നിങ്ങളുടെ ഒരു മുതൽ മുടക്കാൻ അത് തകർന്ന് തരിപ്പണമാകും. ഒരു ട്രാക്കിൽ നമ്മൾ ജീവിക്കുന്നു, ഉള്ള വരുമാനത്തിൽ നമ്മൾ സന്തുഷ്ടമായി പോകുന്നു, മറ്റൊരാളുടെ വാഗ്ദാനങ്ങൾ കേട്ട് ഒരു പക്ഷേ നമ്മുടെ ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിൽ കൂടി യാത്ര ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ ഒത്തിരി ആലോചിക്കണം. വളരെയധികം ആലോചിച്ചില്ലെങ്കിൽ നിങ്ങൾ നഷ്ടത്തിൽ പോയി കലാശിക്കും. അപ്പോൾ ഒത്തിരി പ്രയാസം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നു, ആര് എന്ത് എങ്ങനെ പ്രലോഭിപ്പിച്ചാലും ഒരിക്കലും നിങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ വളരെ ദീർഘമായിട്ട് ആലോചിച്ചിട്ടേ ആ തീരുമാനം എടുക്കാവൂ. രണ്ടാമത്, അറിയാത്ത ആൾക്കാർ കൊണ്ടുവരുന്ന എന്തൊരു പ്രപ്പോസലും
ഉടൻ തന്നെ നിങ്ങളതിനെ എഗ്രി ചെയ്യരുത്. അതിന് പഠിക്കുക. അത് പഠിക്കാതെ നിങ്ങളത് ചെയ്താൽ നിങ്ങൾ ബുദ്ധിമുട്ടിൽ പെടും. നിങ്ങളേത് കാര്യമെടുത്താലും, ഇപ്പോൾ നമ്മളിപ്പോൾ രാജ്യത്തിൻ്റെ ആയിരുന്നാലും സ്റ്റേറ്റിന് എന്തെടുത്താലും ഏതിനും ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റ് സക്സസ് ആകത്തുള്ളൂ. ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ ആ പ്രോജക്റ്റ് സക്സസ് ആകില്ല. നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നല്ലൊരു കോൺക്രീറ്റ്, നല്ലൊരു ഫൗണ്ടേഷൻ, നല്ലൊരു സെറ്റിംഗ് ചെയ്തില്ലെങ്കിൽ റോഡ് പൊളിഞ്ഞു പോകും. നമ്മളൊരു ഗ്യാരണ്ടി കൊടുക്കണം. 15 വർഷത്തെ 20 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കണം. അതിന് ഉറച്ച ഒരു മെറ്റീരിയലൊക്കെ കൊണ്ട് വർക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുന്നത് പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊരു ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ അതിന് മാക്സിമം അതിനെക്കുറിച്ച് പഠിക്കുക. അത് പഠിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായി പോകും. സോ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും എത്രയോ ആൾക്കാർ പലരും ഉള്ള ജോലികൾ നഷ്ടപ്പെട്ട് നിസ്സാരം ഈ ചില ആൾക്കാർ തന്നെ പ്രലോഭനങ്ങളുമായി ലണ്ടനിൽ പോകും, കാനഡയ്ക്കും അവിടെ പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്നത് പ്രലോഭിച്ച് കുടുംബം വിറ്റു കിടപ്പാടും വിറ്റ് ആരെങ്കിലും ഏതെങ്കിലും ഏജൻസിൻ്റെ ക്യാഷ് കൊടുത്ത് അവിടെ തകർന്ന് തരിപ്പണം അവൻ ആ ക്യാഷും കൊണ്ട് മുങ്ങുന്നു. ഇതൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. അതെല്ലാം ആലോചിച്ച് ചെയ്യണം. ആ മേഖലയിൽ ഇപ്പോൾ ഒരുപാട് പറ്റിപ്പുകൾ നടക്കുകയാണ്. അത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. ഏത് മേഖലയിലായിരുന്നാലും ആര് വന്നാലും നിങ്ങളെ സമീപിച്ചാലും വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. കാരണം പലരും പല അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടി കിടപ്പാടം നഷ്ടപ്പെടുന്നവർ, ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ എന്നുണ്ട്. ആത്മഹത്യ ചെയ്യുന്നവരും കുറവല്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി പറയുന്നു, വ്യക്തമായ ഒരറിവില്ലാതെ, വ്യക്തമായ ഒരു ശരിയും തെറ്റും മനസ്സിലാക്കാതെ ഒരിക്കലും ഒന്നിലോട്ടും എടുത്ത് ചാടാതിരിക്കുക. എന്ത് ചെയ്യണമെങ്കിലും ആലോചിച്ച് ചെയ്താൽ അവിടെ വിജയം 100% നിങ്ങൾക്ക് ലഭിക്കും. യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല ഒരിക്കലും. അതുകൊണ്ട് ചെയ്യുന്നത് ആലോചിക്കുക. ആലോചിച്ചിട്ട് ഒരു തീരുമാനം എത്തിച്ചേരുക. യു വിൽ ഗെറ്റ് സക്സസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്താലും കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാനാണ്. താങ്ക് യു.